പ്ലാൻ വരയ്ക്കാൻ കുടുംബശ്രീ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളെ ചുമതലപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധിച്ച് ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ. ഉത്തരവ് പിൻവലിച്ചില്ല എങ്കിൽ സമരം ശക്തമാക്കുമെന്ന നിലപാടിലാണ് സംഘടന. കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകൾ നിർത്തലാക്കുക, ലൈസൻസികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക, സിവിൽ എഞ്ചിനീയറിംഗ് ജോലിയുടെ മാന്യത തകർക്കാതിരിക്കുക, 2 തരം ലൈസൻസുകളെ സൃഷ്ടിക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. എംപാനൽ എഞ്ചിനീയർമാർ കുറവാണെന്ന കാരണത്താൽ പ്ലാൻ വരയ്ക്കാൻ കുടുംബശ്രീ യൂണിറ്റുകളെ ചുമതലപ്പെടുത്തി സർക്കാർ ഇറക്കിയ ഉത്തരവാണ് പ്രതിഷേധത്തിന് കാരണം. സാങ്കേതിക വിദഗ്ധരെ മൂലയിലിരുത്തി വില്ലേജ് ഓഫീസിൽ കടലാസ് കൊടുക്കുന്ന ഭാവത്തിലേക്ക് ഇതിനെ തരം താഴ്ത്തി നശിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് സലീം പറഞ്ഞു. പ്ലാനുകൾ പോലും പാസ്സാക്കാനുള്ള അധികാരം കുടുംബശ്രീക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ എന്താണ് സാങ്കേതിക വിദഗ്ധരെ വെച്ചുകൊണ്ട് ഗവൺമെൻറ് ഈ രീതിയിൽ ഉണ്ടാക്കിയത്? അത് തകിടം മറിയാണ്. ആ കംപ്ലീറ്റ് ചെയ്ത ബിൽഡിംഗ് പൂർണ്ണമായും സർട്ടിഫൈ ചെയ്ത് നോക്കി സർട്ടിഫൈ ചെയ്യേണ്ട ആളുകളാണ് ഈ സാങ്കേതിക വിദഗ്ധർ. അവരെ മൂലക്കിലിരുത്തിക്കൊണ്ട് ഒരു വില്ലേജ് ഓഫീസിലെ കടലാസ് കൊടുക്കുന്ന ഭാവത്തിലേക്ക് മാറ്റി ഇതിനെ തരം താഴ്ത്തി ഇതിനെ നശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ സമരമായി തന്നെ മുമ്പോട്ട് പോകും. ലൈസൻസുകൾ കുറവുള്ള സാഹചര്യമാണെങ്കിൽ റെഗുലർ ഏജൻസികൾക്ക് മുഴുവൻ പ്ലാനുകളും വരയ്ക്കാനുള്ള അനുമതി നൽകണം. അതിനു പകരം കുടുംബശ്രീ ആശ്രയിക്കുന്നത് മേഖലയുടെ ഗുണനിലവാരം നഷ്ടപ്പെടുത്തുമെന്ന് ഇവർ ആശങ്കപ്പെടുന്നു. പ്ലാൻ ഫെസിലിറ്റേഷൻ സെന്ററിലേക്ക് കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ്, ബിടെക്, ഡിപ്ലോമയെല്ലാം പൂർത്തിയായവരെ നിയമിക്കുന്നത് ഈ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളെയും സാരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ആരോപണമുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.